ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രത്യേക വ്യക്തിത്വത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. അതായത് കരോട്ടൽ മാർത്തോമ ചർച്ചിൻ്റെ വികാരിയായിട്ട് ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്ന ഫാദർ ഷിബി എബ്രഹാം. ആ അച്ഛനെ പറ്റി പറയുമ്പം വളരെയധികം കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വിചാരിച്ചാൽ അച്ഛൻ്റെ പ്രത്യേകത, അതായത് 1.5 വയസ്സിൽ അമേരിക്കയിൽ വന്നു. അതായത് ഒരു 20 വർഷം മുമ്പ് അമേരിക്കയിൽ വരുമ്പോൾ ഇവിടെ മലയാളത്തിൽ അധികം ആൾക്കാരും സംസാരിക്കുന്നില്ല. അതുപോലെ തന്നെ അങ്ങനെ TV ചാനലുകളോ മലയാളം പ്രോഗ്രാമുകളോ, അതായത് മലയാളവുമായിട്ട് ഉള്ള എക്സ്പോഷർ വളരെ കുറവായിരുന്നു. വീട്ടിലാണെങ്കിലും മാതാപിതാക്കൾക്ക് കുട്ടികൾ അമേരിക്കയിലെത്തി ഇനി അമേരിക്കൻ കൾച്ചറുമായിട്ട് യോജിച്ച് പോകണം, ഇവിടെ പഠിച്ച് ജോലി നേടണം, അതിന് അമേരിക്കൻ ഭാഷ വളരെ അത്യാവശ്യമാണ്. അപ്പം അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിക്കൊണ്ടിരുന്ന ഒരു കാലം. ആ കാലഘട്ടത്തിൽ 20 വർഷം മുമ്പ് നാട്ടിൽ പോയി ദൈവവിളി കേട്ട് നാട്ടിൽ പോയി നാട്ടിലെ സെമിനാരിയിൽ പഠിച്ച് അച്ഛനായിട്ട് ഇവിടെ അമേരിക്കയിൽ ഇപ്പോൾ സേവനം ചെയ്യുന്നു. അതിനു മുമ്പ് നാട്ടിലും അച്ഛനായിട്ട് സേവനം ചെയ്തിട്ടുണ്ട്. നമ്മൾക്കെല്ലാം അറിയാമല്ലോ. ഇപ്പം എൻ്റെ മോള്, നമ്മുടെ കുട്ടികൾ നാട്ടിൽ പോകുമ്പോൾ 1 മാസം നാട്ടിൽ നിൽക്കാൻ, ഇപ്പം ഈ 2025 നാട്ടിൽ നിൽക്കാൻ അവൾക്ക് വളരെ താല്പര്യം കുറവാണ്. 1 മാസം അവർ കഷ്ടിച്ച് നിൽക്കും. പക്ഷേ നാട്ടിൽ പഠിക്കാൻ പോകാനോ അതുപോലെ തന്നെ നാട്ടിൽ നിൽക്കാനോ ഭൂരിഭാഗം കുട്ടികൾക്കും താല്പര്യമില്ല. അപ്പം ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ അച്ഛൻ നാട്ടിൽ പോയി പഠിച്ച് അച്ഛനായി. അപ്പോൾ അച്ഛനാകാനായിട്ട് ആ ദൈവവിളി കേട്ട സമയവും അതിൻ്റെ കാരണം എന്താണ്, എങ്ങനെയാണ് അച്ഛനാകാനായിട്ടുള്ള ആ തീരുമാനമെടുത്തെന്നും, അതുപോലെ തന്നെ നാട്ടിൽ പഠിച്ചപ്പോൾ അച്ഛൻ ഗോ ത്രൂ ചെയ്ത ആ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്തൊക്കെയാണ്, പിന്നെ അച്ഛനായതിനു ശേഷം അച്ഛൻ്റെ സേവനത്തെ പറ്റിയും ഒക്കെ നമ്മളോട് ഈ ആഴ്ച സംസാരിക്കുന്നതായിരിക്കും.